Hi, welcome all. Today we are going to study numerical methods, and here we are going to what is the interpolation. Interpolation means estimating an unknown value that falls between known values. For example, you have a straight line that passes through 2 points of known value. In that case, you can estimate the value of the unknown point because it will be the midpoint. For example, at the midpoint you can easily find the value of y. So this is what basically an interpolation. അപ്പോൾ interpolation എന്ന് പറഞ്ഞാൽ നമ്മളുടെ അറിയാത്ത വാല്യൂസ് എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കും, അതായത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും യൂസിങ് ദ നോൺ വാല്യൂസ്. എക്സും വൈയും രണ്ട് എക്സ് വൈ വാല്യൂ അറിയാമെങ്കിൽ നമ്മൾക്ക് അറിയാത്ത ഒരു y വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കും. In this example you can see a table x and fx. So here x has values 1, 2, 3, 4, 5, 6, but at x equal to 2.5 it is not given. So you can find the value of y, which is f of x, at x equal to 2.5. So now what is a linear interpolation? The simplest of the interpolation is called as linear interpolation. So coming to the example, നമ്മൾ ആദ്യം പറഞ്ഞു ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫോളോ ചെയ്യുന്ന ഒരു ഡാറ്റ നമുക്കുണ്ടെങ്കിൽ നമ്മൾക്ക് എക്സും വൈയും അറിയാം, പക്ഷേ നമ്മൾക്ക് അറിയാത്ത ഒരു y വാല്യൂ ഉണ്ടെങ്കിൽ എക്സ് വാല്യൂ നമുക്ക് ഏതെങ്കിലും ഒരു എക്സ് വാല്യൂവിൽ ആ എക്സ് വാല്യൂവിന്റെ y വാല്യൂ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കണ്ട ഉദാഹരണത്തിൽ എക്സ് 2 എക്സ് 3 തന്നിട്ടുണ്ട്, പക്ഷേ 2.5 നമ്മൾക്ക് തന്നിട്ടില്ല. അപ്പോൾ എക്സ് 2.5 ആകുമ്പോൾ വൈയുടെ വാല്യൂ എത്ര ആയിരിക്കും? 2.5 is a midway between 2 and 3. So we can reasonably take f of 2.5. That means y at x equal to 2.5 is a midway between f of 2 and f of 3. അതായത് എക്സ് 2.5ലെ y വാല്യൂ കണ്ടുപിടിക്കാൻ y 2ലെയും 3ലെയും y വാല്യൂസിന്റെ ആവറേജ് മിഡ് പോയിന്റ് എടുത്താൽ മതിയാവും. Because 2.5 is the midpoint of 2 and 3. So this is the basic of linear interpolation. So in equation, in a mathematical form, we can say I don't know the value of y. നമുക്ക് y വാല്യൂ അറിയില്ല. നമ്മൾക്ക് x എന്ന് പറയുന്ന പോയിന്റിലെ y വാല്യൂ കണ്ടുപിടിക്കണം. പക്ഷെ നമ്മുടെ കയ്യിൽ രണ്ട് അറിയാവുന്ന പോയിന്റ്സ് ഉണ്ട്, എക്സ് എയും വൈ എയും ഉണ്ട്, എക്സ് ബിയും വൈ ബിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സിലെ y വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കും. So basically this equation says y is equal to ya plus yb minus ya into x minus xa by xb minus xa. ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് y is equal to ya plus yb minus ya. അതായത് ഇനിഷ്യൽ എക്സ് എ എന്ന് പറയുന്ന സ്റ്റാർട്ടിംഗ് ഫസ്റ്റ് എക്സ് പോയിന്റിലെ y വാല്യൂ, അതിന്റെ കൂടെ yb minus ya, ഡിഫറൻസ് ഓഫ് y വാല്യൂ. ബേസിക്കലി ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എം, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു mx പ്ലസ് c ആണ്. ഇവിടെ നമ്മൾ
സ്ലോപ്പ് എന്ന് പറയുന്നത് YB minus YA by XB minus XA. ഇനി എക്സിന് പകരം എക്സ് മൈനസ് എക്സ് എ. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാത്ത y വാല്യൂ കിട്ടും. ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്താൽ y മൈനസ് വൈ എ ബൈ വൈ ബി മൈനസ് വൈ എ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് എ ബൈ എക്സ് ബി മൈനസ് എക്സ് എ. y മൈനസ് വൈ എ by x minus xa is equal to yb minus ya by xb minus xa. So in this last equation, so we come to know that the slope of the new line between xa ya and xy is same as the slope of the line between xa ya and xb yb. So രണ്ട് പോയിന്റുകൾ xa ya xb yb എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾ ഉണ്ടെങ്കിൽ ആ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ലൈനിന്റെ സ്ലോപ്പും എക്സ് എ വൈ എ എക്സ് വൈ തമ്മിലുള്ള പോയിന്റ് ലൈനിന്റെ സ്ലോപ്പും സെയിം ആണ്. സോ ദിസ് ഈസ് കോൾഡ് ലീനിയർ ഇന്റർപോളേഷൻ. അപ്പൊ ലീനിയർ ഇന്റർപോളേഷനിൽ എക്സ് എ വൈ എ എക്സ് ബി വൈ ബി എന്ന് പറയുന്ന പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ സ്ലോപ്പും നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന എക്സ് വൈയിലെ ലൈനിന്റെ സ്ലോപ്പും സെയിം ആണ്. Linear interpolation is quick and easy, but it is not very precise. Another disadvantage is that the interpolant is not differentiable at the point xk. ഇത് വളരെ എളുപ്പമാണ്, പക്ഷേ നമ്മൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല because it is a first order. The following error estimate that linear interpolation is not very precise. Denote the function which we want to interpolate by g. Suppose that x lies between xa and xb and that g is twice continuously differentiable. The linear interpolation error is f of x minus g of x mod that is less than or equal to c into xb minus xa the whole square. അതായത് error in linear interpolation says that linear interpolation is not very precise അല്ല, വളരെ accurate അല്ല. Suppose if I denote the function which we want to interpolate by g and suppose that the x lies between xa and xb and the g is twice continuously differentiable. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, ജിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും ആയിരുന്നെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന എറർ എന്ന് പറയുന്നത് 1/8 g double derivative of g into xb minus xa the whole square. In words, the error is proportional to the square of the distance between the data points. The error in some other methods, including polynomial interpolation and spline interpolation, is proportional to the higher powers of distance between the data points. So now we are going to study finite difference operator. So ഇനി ഇന്റർപോളേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ നമ്മൾ ഇനി ഇന്റർപോളേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ ഒരു പൈത്തൺ പ്രോഗ്രാം എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി നമ്മൾ ഒരു ഡിഫറൻസ് ടേബിൾ ഉണ്ടാക്കണം. അതിന് ഡിഫറൻസ് ഓപ്പറേറ്റർ എന്താണെന്ന് പഠിക്കണം. The finite difference operator is a discrete analog of differential operator. The finite forward difference of a function yp is defined as delta yp is equal to yp plus 1 minus yp. അതായത് ഡിസ്ക്രീറ്റ് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഡി ബൈ ഡി എക്സ് ആണ്. അതിന് പകരമുള്ള ഫൈനൈറ്റ് ഡിഫറൻസ് ഓപ്പറേറ്റർ ആണ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അനലോഗസ് ആണ്, പക്ഷെ അതിന് ഡിസ്ക്രീറ്റ് ആണെന്നേ ഉള്ളൂ, കണ്ടിന്യൂസ് അല്ല. The finite forward difference of a function is defined as delta yp is equal to yp plus 1 minus yp. The second order forward finite difference is then delta square delta yp plus 1 minus delta yp is equal to yp plus 2 minus yp plus 1 minus of yp plus 1 minus yp. അങ്ങനെ നമ്മൾക്ക് സെക്കൻഡ് ഓർഡർ ഫൈനൈറ്റ് ഡിഫറൻസ് ഓപ്പറേറ്റർ കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത് ഈ ഫസ്റ്റ് ഓർഡർ ഓപ്പറേറ്ററിനെ സബ്ട്രാക്ട് ചെയ്താൽ സെക്കൻഡ് ഓർഡർ കിട്ടും, സെക്കൻഡ് ഓർഡറിനെ സബ്ട്രാക്ട് ചെയ്താൽ തേർഡ് ഓർഡർ കിട്ടും. ഇനി ദ nth ഫോർവേഡ് ഡിഫറൻസ് ഇസ് ഗിവൻ ബൈ minus 1 raised to r n r
yp plus n minus r. So this is what the nth forward differential. For example, if I put n equal to 3, you will get this. So 3, that is n equal to 3, that's y of p plus 3. So if I have r, then accordingly, if I put nr here, we will get the value corresponding to this equation. Where nr is nothing but n factorial by r factorial into n minus r factorial. nr എന്ന് പറയുന്നത് n factorial by n r factorial n minus r factorial ആണ് nr എന്ന് പറയുന്നത്. They are the binomial coefficients in the expansion of a plus b the whole raised to n for integer n. ഇനി നമ്മൾക്ക് ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഇന്റർപോളേഷൻ ഫോർമുല എന്താണെന്ന് നോക്കാം. Any continuous function on a closed and bounded interval can be uniformly approximated on that interval by polynomials to any degree of accuracy. Any continuous function, ഏതൊരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, on a closed and bounded interval, ഒരു ഇന്റർവൽ എടുക്കുന്നു, പക്ഷെ ആ ഇന്റർവൽ ക്ലോസ്ഡ് ആണ്, ബൗണ്ടഡ് ആണ്, can be uniformly approximated. അതിനെ നമ്മൾക്ക് യൂണിഫോം ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം ഓൺ ദാറ്റ് ഇന്റർവൽ ബൈ പോളിനോമിയൽസ് ടു എനി ഡിഗ്രി ഓഫ് ആക്യുറസി. അതിനെ പോളിനോമിയൽസിന് പകരമായി അപ്രോക്സിമേറ്റ് ആയിട്ട് സങ്കല്പിക്കാൻ പറ്റും. ദിസ് പ്രിൻസിപ്പിൾ ഇസ് മെയ്ഡ് യൂസ് ഓഫ് ഇൻ പോളിനോമിയൽ ഇന്റർപോളേഷൻ. ഈ പ്രിൻസിപ്പിളെയാണ് നമ്മൾ പോളിനോമിയൽ ഇന്റർപോളേഷന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഫംഗ്ഷനെ ഒരു പോളിനോമിയലായി നമ്മൾക്ക് സങ്കല്പിക്കാൻ സാധിക്കും. A set of n plus 1 data points are fitted to the nth degree polynomial of the form. അപ്പോൾ നമ്മൾ ഒരു പോളിനോമിയൽ എടുത്തെങ്കിൽ ആ പോളിനോമിയലിലേക്ക് n+1 ഡാറ്റ പോയിന്റ്സ് ഫിറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് നോക്കാം. പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ. അപ്പോൾ പോളിനോമിയലിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ടേം ഉണ്ടാവും, പിന്നെ എക്സ് ടേം ഉണ്ടാവും, എക്സിന് രണ്ട് എക്സ് ടേം ഉണ്ടാവും, പിന്നെ 3 എക്സ് ടേം ഉണ്ടാവും, അങ്ങനെ n എക്സ് ടേംസ് ഉണ്ടാവും. So y of k is equal to f of xk is equal to p of xk. അപ്പോൾ y of k ഏതെങ്കിലും ഒരു k എന്ന് പറയുന്ന ഒരു ഇൻറ്റിജറിൽ, ഏതൊരു കൗണ്ടിങ് നമ്പറിൽ y of k എന്ന് പറയുന്നത് f of xk ക്ക് തുല്യമായിരിക്കും, അതും p of xk ക്ക് തുല്യമായിരിക്കും. The value of the function at some point x in this range is then determined as y is equal to p of x. പിന്നെ നമ്മൾക്ക് ഏതെങ്കിലും ഒരു x വാല്യൂവിലെ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾക്ക് ഈ പോളിനോമിയൽ എക്സിന്റെ വാല്യൂ കൊണ്ടുവരണം. ന്യൂട്ടൺസ് ഇന്റർപോളേഷൻ ഫോർമുല യൂസസ് ഡാറ്റ പോയിന്റ്സ് അറ്റ് ഈക്വൽ ഇന്റർവൽസ് ഓഫ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. Newton's interpolation formula uses data points at equal intervals of the independent variable. അപ്പോൾ എക്സിന്റെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആയ എക്സിന്റെ ഈക്വൽ ഇന്റർവൽസിലാണ് ഈ ന്യൂട്ടൺസ് ഇന്റർപോളേഷൻ ഫോർമുല ഉപയോഗിക്കപ്പെടുന്നത്. സോ എക്സ് ഓഫ് കെ എന്ന് പറയുന്നത് x0 പ്ലസ് കെ എച്ച്. ഏതെങ്കിലും ഒരു എക്സ് പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് എക്സ് പോയിന്റ് പ്ലസ് k is an integer and h is a constant difference of x. Okay. അങ്ങനെയാണെങ്കിൽ y0 എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് a0ക്ക് തുല്യമായിരിക്കും. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് a0 പ്ലസ് a1 x1 മൈനസ് x0ക്ക് തുല്യമായിരിക്കും. അപ്പോൾ a1ന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. y1 മൈനസ് y0 ബൈ x1 മൈനസ് x0. ബട്ട് x1 മൈനസ് x0 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് x ഡിഫറൻസ് ആണ്, സ്റ്റെപ്പ് ഡിഫറൻസ് ആണ്. അത് h എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് y2 കണ്ടുപിടിക്കണമെങ്കിൽ p of x2 ആണ് എന്ന് പറയുന്നത് xന് x2 ഇട്ട് കൊടുക്കുക. x2 minus x0 into x2 minus x1 plus y0 plus delta y0 by h into 2h plus a2 into 2h into h. എന്ന് വെച്ചാൽ x2 minus x0 എന്ന് പറയുന്നത് 2h ആണ്, കാരണം x1 minus x0 h ആണ്. അങ്ങനെയാണെങ്കിൽ x2 minus x0 2h ആയിരിക്കും. പിന്നെ a1ന്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്, ഡെൽറ്റ y0 by h ആണ്. a2 എന്ന് പറയുന്നത് വാല്യൂ നമ്മൾക്കിപ്പോൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ x2 minus x0 2h ആണ്, x2 minus x1 h ആണ്. അപ്പോൾ a2ന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി y2 minus 2 ഡെൽറ്റ y0 minus y0 by 2h square.
അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ഡെൽറ്റ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ y1 മൈനസ് ഡെൽറ്റ y0 ബൈ 2 y² എന്ന് പറയുന്നത് ഡെൽറ്റ സ്ക്വയർ y0 ബൈ 2 y². A3 എന്ന് പറയുന്നത് ഡെൽറ്റ ക്യൂ y0 ബൈ 6h². ഡെൽറ്റ ക്യൂ y0 ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു h² എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ ജനറൽ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ an സമം ഡെൽറ്റ n y0 ബൈ n ഫാക്ടോറിയൽ ഇൻറ്റു h⁻n എന്ന് പറയും. അപ്പോൾ അപ്പോൾ നമ്മളൊരു കോഎഫിഷ്യൻറ്റിൻ്റെ ഒരു ജനറൽ ഫോം നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ ഈ ഒരു പേജിലുള്ളത് ഒന്നുകൂടെ ഞാൻ പറയാം. ഇവിടെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പോളിനോമിയൽ ആദ്യം സങ്കല്പിച്ചിരുന്നു. ആ പോളിനോമിയലിലേക്ക് x0, y0, x1, y1 അങ്ങനെ പോയിന്റ്സിന്റെ വാല്യൂ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് നമ്മൾക്ക് കോഎഫിഷ്യൻറ്റിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. അവസാനം നമ്മൾ കോഎഫിഷ്യൻറ്റിന് ഒരു ജനറൽ ടേം ഇൻ ടേംസ് ഓഫ് അവർ ഡാറ്റ പോയിന്റ്സിന്റെ ബേസിക് ടേംസിൽ ഒരു ജനറൽ എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു കോഎഫിഷ്യൻറ്റിന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിച്ച് നമ്മൾ പോളിനോമിയലിനെ ജനറൽ ആയിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും? an ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് സിഗ്മ എന്ന് പറയുന്നത് സം ആണ്, പൈ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ സിഗ്മ ഡെൽറ്റ റേസ് ടു i y0 ബൈ i ഫാക്ടോറിയൽ h റേസ് ടു i. അതുപോലെ പൈ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ആണ്, x മൈനസ് x0, x മൈനസ് x1 ലൈക്ക് ദാറ്റ് ഇറ്റ് ഗോസ് ഓൺ. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു മിഡിൽ പോയിന്റോ അതിനിടയിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് x ആണെങ്കിൽ x മൈനസ് x0 എന്ന് പറയുന്നത് HU ആണെന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? x മൈനസ് xj ഇസിക്കൽ ടു x മൈനസ് xj, x0 പ്ലസ് jh, HU മൈനസ് jh, h ഇൻറ്റു u മൈനസ് j. അങ്ങനെയാണെങ്കിൽ പോളിനോമിയൽ px ന് നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽറ്റ i y0 ബൈ i ഫാക്ടോറിയൽ ഫൈ u മൈനസ് j എന്ന് എഴുതാം. ഇനി നമ്മൾ ഈ പ്രോഗ്രാം എഴുതാൻ പോവുകയാണ്. ആ പ്രോഗ്രാമിലേക്ക് ആവശ്യമായ അൽഗോരിതം നമുക്ക് എഴുതാം. ആദ്യം നമ്മൾക്ക് ഡാറ്റ പോയിന്റ്സ് ഉണ്ടായിരിക്കണം. എത്ര ഡാറ്റ പോയിന്റ്സ് ഉണ്ടെന്ന് അറിയണം, ഇനിഷ്യൽ ഡാറ്റ പോയിന്റ് അറിയണം, കോൺസ്റ്റന്റ് ഡിഫറൻസ് അറിയണം. എന്നിട്ട് നമ്മൾ എവിടെയാണ് നമ്മളുടെ ഏത് എക്സിലാണ് നമുക്ക് fx കണ്ടുപിടിക്കണമെന്ന് അറിയണം. ഫോർ i is equal to 0 n for i is equal to 0 n എന്ന് പറയുന്നത് n വരെയുള്ള വാല്യൂസ് എൻ്റർ ചെയ്യാൻ, 0 to n വരെയുള്ള വാല്യൂസ് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പർ ഓഫ് ഡാറ്റ പോയിന്റ്സ് അതിലേക്ക് എൻ്റർ ചെയ്യാനാണ്. റീഡ് ദ വാല്യൂസ് y is equal to f of x at x values x is equal to x0 plus ih എൻ്റ് ചെയ്യാണ്. Calculate the forward difference df is equal to y of i plus 1 minus y of i, recursively defining a difference function. യുവിനെ നമ്മൾ ux മൈനസ് x0 ബൈ h എന്ന് സങ്കല്പിക്കുന്നു. ഡിഫൈൻ എ ഫാക്ടോറിയൽ ഫംഗ്ഷൻ. ഇനി നമ്മൾ സമ്മിനെ എല്ലാം ഇനിഷ്യലൈസ് ചെയ്യുന്നു, ടേമിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഒരു ഫോർ ലൂപ്പ്. അപ്പോൾ ആദ്യം ഒരു ഫോർ ലൂപ്പ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോർ ലൂപ്പ് നമ്മളുടെ ഡാറ്റ പോയിന്റ്സുകളെ x0, y0, x1, y1 എന്ന് പറയുന്ന ഡാറ്റ പോയിന്റ്സുകളെ കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഓരോ ടേം കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ആ ടേം ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓരോ ടേമിനെയും സമ്മിലേക്ക് ആഡ് ചെയ്യണം. പിന്നെ പ്രിന്റ് സം. പ്രോഗ്രാമിലേക്ക് കിടക്കാം. ആദ്യം നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഡിഫറൻസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. b is equal to ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഫോർ i in റേഞ്ച്, ആ a എന്ന് പറയുന്ന എന്താ പറയുക ലിസ്റ്റിന്റെ ലെങ്ത് -1. എന്നിട്ട് b എന്ന് പറഞ്ഞ ലിസ്റ്റിലേക്ക് അപ്പൻഡ് ചെയ്യാൻ വേണ്ടി a of i plus 1 minus a of i. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഓരോ പ്രാവശ്യവും ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂസ് എന്ന് പറയുന്നത് b എന്ന് പറയുന്ന എംപ്റ്റി ലിസ്റ്റിലേക്ക് അപ്പൻഡ് ചെയ്യുന്നു. റിട്ടേൺ b എന്ന് പറയുന്ന ലിസ്റ്റിലെ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. ഇനി ഫാക്ടോറിയലിന്റെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഇഫ് n is equal to 0 റിട്ടേൺ n 0 ആണെങ്കിൽ 0 ഫാക്ടോറിയൽ is 1, അല്ലെങ്കിൽ റിട്ടേൺ n into ഫാക്ടോറിയൽ n minus 1. ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ n into ഫാക്ടോറിയൽ n minus 1. ഈ ഫോം എഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ n ഇപ്പോൾ 5 ആണെങ്കിൽ 5 into ഫാക്ടോറിയൽ ഓഫ് 5 minus 1 4 ഫാക്ടോറിയൽ 4. വീണ്ടും ഫാക്ടോറിയൽ 4 എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 into ഫാക്ടോറിയൽ 3, അങ്ങനെ പോകും.
ഇനി നമ്മൾ കുറേ എം ടി ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. എക്സ്, എഫ്, ഡി എഫ് എന്ന് പറഞ്ഞ എം ടി ലിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതുപോലെ ഇൻപുട്ട് എത്ര ഡാറ്റ പോയിന്റ്സ് ഉണ്ട്, സ്റ്റാർട്ടിങ് എക്സ് വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നു. എച്ച് എന്ന് പറയുന്ന ഇൻപുട്ട് വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നു. യു എക്സ്, ഏത് എക്സ് വാല്യൂവിലാണ് നിങ്ങൾക്ക് എഫ് എക്സ് കണ്ടുപിടിക്കേണ്ടത്, അത് ഇൻപുട്ട് ചെയ്യുന്നു. ഫോർ ഐ ഇൻ റേഞ്ച് n, എഫ് ഡോട്ട് അപ്പൻഡ് ഇൻപുട്ട് വാല്യൂസ് ഓഫ് എഫ് എക്സ്. അതായത് എഫ് എക്സിന്റെ വാല്യൂസ് നമ്മൾ നോൺ വാല്യൂസ് ഓഫ് എഫ് എക്സ്, വൈയുടെ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നു, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് അപ്പൻഡ് ചെയ്യുന്നു. ഡി എഫ് ഡോട്ട് അപ്പൻഡ് എഫ് ഓഫ് 0. ഇത് അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് നമ്മൾ ഡി എഫ് എന്ന് പറയുന്ന, അതായത് വേറൊരു ഫോർ ലൂപ്പ്, രണ്ടാമതൊരു ഫോർ ലൂപ്പിൽ എന്ത് ചെയ്യുന്നു, ഡി എഫ് എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് എഫ് ഓഫ് 0 അപ്പൻഡ് ചെയ്യുന്നു. അതിനുശേഷം ഡിഫറൻസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, അതായത് എഫിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിഫറൻസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആദ്യം എഴുതിയിരിക്കുന്ന ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു എ വാല്യൂവും അതിന് മുമ്പത്തെ എ വാല്യൂ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത വാല്യൂ ആണ് ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സബ്ട്രാക്ട് ഫസ്റ്റ് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്ത് ആ എഫിന്റെ വാല്യൂ ആണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഡി എഫ് എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് ഈ വാല്യൂ അപ്പൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഡി എഫ് എന്ന് പറഞ്ഞ ലിസ്റ്റിൽ പോയി സ്റ്റോർ ആവും. ഇനി അതിനുശേഷം യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ യു എക്സ് മൈനസ് എക്സ് 0 ബൈ എച്ച്. ഇനി നമ്മൾ വീണ്ടും സം കോമ ടേം ഇസ് ഈക്വൽ ടു ഡി എഫ് ഓഫ് 0 കോമ 1 ഫോർ ഐ ഇൻ റേഞ്ച് 1 ലെൻ ഡി എഫ്. ഇനി വീണ്ടും മൂന്നാമതൊരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്തിൻ്റെ റേഞ്ച് എന്ന് വെച്ചാൽ 1ൽ സ്റ്റാർട്ട് ചെയ്യണം. ഡി എഫ് എന്ന് പറയുന്ന ഡിഫറൻസ് ലിസ്റ്റിന്റെ ലെങ്ത് അതിനനുസരിച്ചായിരിക്കണം. ടേം ഇൻറ്റു ഈക്വൽ ടു എന്ന് വെച്ചാൽ ടേം ഇസ് ഈക്വൽ ടു ടേം ഇൻറ്റു യു മൈനസ് ഐ പ്ലസ് 1 ബൈ ഐ. സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഡി എഫ് ഓഫ് ഐ ഇൻറ്റു ടേം. പ്രിന്റ്, അതിനുശേഷം ഡി യു എക്സ് സം പ്രിന്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് പ്രോഗ്രാം. അപ്പോൾ പ്രോഗ്രാം ഒന്നുകൂടെ പറയാം. ഇത് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ബേസിക്കലി നമ്മുടെ ഇക്വേഷൻ എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ നമ്മൾക്ക് അറിയില്ല, അതായത് നമുക്കറിയാത്തൊരു എക്സിന്റെ വാല്യൂവിൽ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിന് നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ കണ്ട ഇന്റർപോളേഷൻ ഫോർമുല നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നോക്കാം. നമ്പർ ഓഫ് പോയിന്റ്സ്, ഇനിഷ്യൽ എക്സ് വാല്യൂ ആൻഡ് ഡിഫറൻസ് എക്സ് നമ്മൾ എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വാല്യൂ ഓഫ് എക്സ് ഏത് എക്സ് വാല്യൂവിലാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് 2.5 ഇട്ട് കൊടുത്തു. അതിനുശേഷം വാല്യൂ ഓഫ് എഫ് എക്സ് അവസാനം 2.5യുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 7.26016 എന്ന് കിട്ടും. അപ്പോൾ ഈ പ്രോഗ്രാം അവസാനം നമുക്ക് ഇന്റർപോളേഷനിലൂടെ നമുക്ക് ഒരു എക്സ് വാല്യൂവിലെ വൈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് തരും. ഇതാണ് ഇന്നത്തെ പ്രോഗ്രാം. ഇത് നമുക്ക് ചെയ്ത് പൈത്തൺ 2.7 അല്ലെങ്കിൽ 3 ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഈ സ്ലൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എറർ, ന്യൂട്ടൺ ഇന്റർപോളേഷൻ ഫോർമുലയിലെ എറർ എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളതാണ്. ഇത് എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് ആവശ്യം, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ല, പക്ഷേ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ചുരുക്കി പറഞ്ഞാൽ primary source of error in Newton interpolation formula is a truncation error. It is given by the nth derivative of the function evaluated at some point a lying in the interval.